ഈ പേജിൽ തന്നെ ഒരുപാട് വ്യൂസ് പോയ ഈ ഗ്രീൻ കളർ ഡ്രസ്സിൻ്റെ മോമിനുള്ള ഡ്രസ്സാണ് നമ്മളൊന്ന് ചെയ്യണത്. അപ്പോൾ മോമ് സെലക്ട് ചെയ്ത മോഡൽ ഈ ഒരു മോഡലായിരുന്നു. ഈ മോഡൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ക്ലോത്ത് അതിന് ഗ്രീൻ കളർ വെൽവെറ്റ് ക്ലോത്തും പിന്നെ ടോയിൽ നെറ്റും ആയിരുന്നു. ടോയിൽ നെറ്റിൽ തന്നെ വർക്ക് ക്ലോത്തും പ്ലെയിൻ ക്ലോത്തുമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ 2 മോഡൽ ലേസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യണത്. ആദ്യം തന്നെ വർക്ക് ടോയിൽ നെറ്റും ലൈനിങ്ങും കൂടിയിട്ട് ബോഡി പാർട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് നമ്മൾ വെൽവെറ്റിനുള്ള ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ നെക്കിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് 14 ഇഞ്ചിലാണ് നമ്മൾ ഈ വെൽവെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഈ വെൽവെറ്റിൻ്റെ ക്ലോത്തുമ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുള്ള മെയിൻ പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നെക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തത് 6.5 ഇഞ്ചായിരുന്നു, വിഡ്ത്ത് എടുത്തത് 4 ഇഞ്ചുമായിരുന്നു. പിന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ വെൽവെറ്റ് ക്ലോത്തിൻ്റെ അടിഭാഗം നമ്മൾ കുറച്ച് കർവിൽ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വെൽവെറ്റ് ക്ലോത്തിൽ നമ്മൾ ഫുള്ളായിട്ട് നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെയിൻ പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗത്താണ് നമ്മൾ ഈ വെൽവെറ്റ് ക്ലോത്ത് വെച്ച് കൊടുക്കുന്നത്. അത് മറിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്കിത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് തിരിച്ചിട്ട് നമ്മൾക്ക് ഫ്രണ്ടിലേക്ക് ആക്കാനുള്ളത്. അപ്പോൾ ഞാനീ ചെയ്യണ പോലെയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഈ ഭാഗം വെച്ച് കൊടുത്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. നമ്മൾ ഏത് ഭാഗമാണ് തിരിച്ചെടുക്കുമ്പോൾ വരേണ്ടത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇത് ചെയ്തെടുക്കൽ. പിന്നെ നമ്മൾ ചെറുതായിട്ട് നോച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വെൽവെറ്റിൻ്റെ ഭാഗം നമ്മൾ ഫ്രണ്ട് പാർട്ടിക്ക് നല്ല ഭംഗിയിൽ കിട്ടും. പിന്നെ ഈ വെൽവെറ്റിൻ്റെ ഭാഗം കിട്ടിയതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ടിൽ ഓപ്പണുള്ള ഭാഗത്ത് നമുക്ക് കുറച്ച് ലേസ് വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ആ ഓപ്പണുള്ള ഭാഗത്ത് ലേസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ അവിടേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് ചെറിയ ലേസായിരുന്നു, വീതിയില്ലാത്ത ലേസായിരുന്നു അവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ലേസ് ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ നെക്കിൻ്റെ ബാക്കി പണി ചെയ്യാം. പിന്നെ ലേസ് ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ നെക്ക് നമുക്ക് കറക്റ്റിന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ വട്ടത്തിൽ പിഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിന് നമ്മൾക്ക് മറിച്ച് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ ലേസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് കവർ ചെയ്ത് കണ്ടാണ് നമ്മൾ ലേസ് ആഡ് ചെയ്ത് കൊടുക്കൽ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ടിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇങ്ങനെ റൗണ്ടിലൊക്കെ നെക്ക് എപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് പിൻ ചെയ്ത് കണ്ട് ചെയ്യണം നിർബന്ധമാണ്. കാരണം അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോയാൽ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊന്നും അതിൻ്റെ ചെരിവ് കാണില്ല. പക്ഷേ ഫുള്ളായിട്ട് ഇട്ട് കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ചെരിവൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പിൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതുപോലെ ഈ നെക്കിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് വീതിയുള്ള ലേസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ലേസ് ഇങ്ങനെ വട്ടത്തിൽ വെച്ച് കൊടുക്കുമ്പോഴും അതിൻ്റെ ആ കർവിൽ മാത്രം നമ്മൾ ചെറുതായിട്ട് നിർത്തിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ലേസ് ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് വെച്ച് കൊടുക്കണം, എന്നാലേ ആ കർവ് ശരിയായി കിട്ടുള്ളൂ. ഇതിൻ്റെ മോഡലിൽ കണ്ട പോലെ തന്നെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം അതിൽ 2 ലേസാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് വീതിയുള്ള ലേസും ഒന്ന് വീതിയില്ലാത്ത ലേസും. അപ്പോൾ ഈ ഫ്രണ്ട് നെക്കിന് നമ്മൾ വീതിയുള്ള ലേസ് ആഡ് ചെയ്തത് അതുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന് ഷോളിനും നമ്മൾ ഇതുപോലെ വീതിയുള്ള ലേസായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഷോളിൻ്റെ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഈ വീതിയുള്ള ലേസായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി 3 ഭാഗത്തും നമ്മൾ വീതിയില്ലാത്ത ലേസാണ് ഷോളിനും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് നമ്മൾ വർക്കുള്ള ക്ലോത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ബാക്ക് പാർട്ടിൽ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ പാൻറ്റും ഷോളും പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നെക്കിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് സാധാ സ്റ്റിച്ച് ചെയ്യണ പോലെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡ് ഓപ്പണൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പാർട്ടിൽ ഈ ഓപ്പണാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ബാക്കിയൊക്കെ നമ്മൾ സാധാ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ കസ്റ്റമർ ഇട്ട ഫോട്ടോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിട്ട് സ്കേർട്ടും ടോപ്പും ഇട്ട ഡോക്ടർ ഫോട്ടോ ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. റിലേറ്റീവിൻ്റെ വെഡ്ഡിങ്ങിന് ഗ്രീൻ ടച്ച് ആയിരുന്നു ഫാമിലിക്ക് വേണ്ടി കസ്റ്റമർ ചൂസ് ചെയ്തത്. അപ്പോൾ ആ ഫാമിലി ഫോട്ടോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വർക്കിൻ്റെ വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.